നമസ്കാരം. പ്രാദേശിക വാർത്തകൾ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മാർവൽ ഏജൻസീസ്, തൃശൂർ റോഡ്, ഇരിങ്ങാലക്കുട. ഇരിങ്ങാലക്കുടയിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ ഹബ് മൊമെന്റ് സൂപ്പർ ഷോപ്പിംഗ് ഡാന ഇരിങ്ങാലക്കുട. ക്ഷേമ പെൻഷൻ വിതരണത്തിൽ നിന്നും സഹകരണ ബാങ്കുകളെ ഒഴിവാക്കിയ UDF സർക്കാരിന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് CPIM-ന്റെ നേതൃത്വത്തിൽ വില്ലേജ് ഓഫീസുകളിലേക്ക് മാർച്ചും ധർണയും നടത്തി. CPIM ടൗൺ, ഈസ്റ്റ്, വെസ്റ്റ് ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച മാർച്ചും ധർണയും CPIM ജില്ലാ കമ്മിറ്റി അംഗം ഉല്ലാസ് കളക്കാട് ഉദ്ഘാടനം ചെയ്തു. ടൗൺ ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി വിൽസൺ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ നഗരസഭാ പ്രതിപക്ഷ നേതാവ് PV ശിവകുമാർ, വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ജയൻ അരിമ്പ്ര എന്നിവർ പ്രസംഗിച്ചു. ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ VA അനീഷ് സ്വാഗതവും മീനാക്ഷി ജോഷി നന്ദിയും പറഞ്ഞു. പെൻഷൻ പദ്ധതി അട്ടിമറിക്കൂ. UDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം സാമൂഹിക സുരക്ഷാ പെൻഷൻ അട്ടിമറിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സാമൂഹിക സുരക്ഷാ പെൻഷൻ വീടുകളിൽ എത്തിക്കുന്നത് വീണ്ടും അത് ബാങ്കുകൾ നിക്ഷേപിക്കുന്ന രീതിയിലും പെൻഷൻകാർ അത് ബാങ്കിൽ പോയി വാങ്ങുന്നൊരവസ്ഥയിലേക്ക് അത് മാറ്റാൻ വേണ്ടി ശ്രമിക്കുകയാണ്. കേരളത്തിൽ ഉയർന്നു വന്ന പ്രതിഷേധത്തിൻ്റെ ഭാഗമായി താൽക്കാലികമാണെങ്കിലും അതിപ്പോൾ നിർത്തിവച്ചിരിക്കുകയാണ്. അതിവിദൂരമല്ലാത്ത രീതിയിൽ UDF സർക്കാർ എടുക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട തീരുമാനങ്ങളിലൊന്ന് സാമൂഹിക സുരക്ഷാ പെൻഷനെ അട്ടിമറിക്കുക എന്നുള്ളതാണ്. അത് UDF സർക്കാരിനെ സംബന്ധിച്ചും കോൺഗ്രസിനെ സംബന്ധിച്ചും അതൊരു പുത്തിരിയല്ല. കേരളത്തിൽ ആദ്യമായി ഇത്തരം സാമൂഹിക സുരക്ഷാ പെൻഷനുകളെല്ലാം തന്നെ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ച സന്ദർഭത്തിൽ, അത്തരം പ്രക്ഷോഭങ്ങളെല്ലാം നടക്കുന്ന സന്ദർഭത്തിൽ ഉൾപ്പെടെ എന്തിനാണ് പെൻഷൻ, അത് പ്രത്യുൽപാദനപരമല്ല എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് ഈ പെൻഷൻ പദ്ധതിയെ എതിർത്തവരാണ് ശ്രീ കരുണാകരനും കേരളത്തിലെ കോൺഗ്രസും UDF. കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ഇരിങ്ങാലക്കുട സപ്ലൈകോ സൂപ്പർ മാർക്കറ്റിൽ ആരംഭിച്ച ഓണച്ചന്ത അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ MLA ഉദ്ഘാടനം ചെയ്തു. മുനിസിപ്പൽ ചെയർമാൻ MP ജാക്സൺ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ നഗരസഭാ പ്രതിപക്ഷ നേതാവ് PV ശിവകുമാർ, മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് KA റിയാസുദ്ദീൻ, കേരള കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് റോക്കി ആളൂക്കാരൻ, CMP ഇരിങ്ങാലക്കുട ഏരിയ സെക്രട്ടറി PB മനോജ് കുമാർ, RJD നിയോജക മണ്ഡലം പ്രസിഡന്റ് AT വർഗീസ് എന്നിവർ പ്രസംഗിച്ചു. ഓണം നമ്മളെല്ലാവരെയും സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആഹ്ലാദപരമായിട്ടുള്ള ഒരു കാലഘട്ടമാണ്. സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും നന്മയുടെയും ഒരുപാട് സത്കർമ്മങ്ങളുടെയും ഒക്കെ ഒരു കാലഘട്ടമാണ് ഓണക്കാലഘട്ടം. ഓണക്കാലഘട്ടത്തിൽ നമുക്കെല്ലാവർക്കും അറിയാം, എല്ലാവരും സന്തോഷത്തോടെ സമൃദ്ധിയോടെ ഇരിക്കേണ്ട ഒരു കാലഘട്ടമാണ്. പഴയ ഒരു പഴമൊഴിയുണ്ട്, കാണം വിറ്റും ഓണം ഉണ്ണണം എന്നുള്ളത്. കാരണം ആ സമയത്ത് നമുക്ക് ആഹാര സാധനങ്ങൾ, അതോടൊപ്പം തന്നെ വസ്ത്രങ്ങളൊക്കെ തന്നെയും ആഹാരം കഴിച്ചും വസ്ത്രങ്ങൾ, പുതുവസ്ത്രങ്ങൾ അണിഞ്ഞും ഒക്കെ ഓണത്തിനെ വരവേൽക്കാനായി ആഗ്രഹിക്കുന്ന ഒരു സന്ദർഭമാണ്. ഈ സന്ദർഭത്തിൽ നിത്യോപയോഗ സാധനങ്ങൾ, അനുദിനം നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ, ഓണത്തിനായി പ്രത്യേകമായി ഉപയോഗിക്കുന്ന സാധനങ്ങൾ, പ്രത്യേകിച്ച് പലവ്യഞ്ജനങ്ങൾ നമുക്ക് മിതമായ നിരക്കിൽ ലഭിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. സാധാരണയായി ഓണക്കാലഘട്ടം പുറത്തെ മാർക്കറ്റിൽ വലിയ വില കൊടുത്താണ് നമുക്ക് വാങ്ങേണ്ടി വരിക. ഇപ്പോൾ പലവ്യഞ്ജനങ്ങളും മറ്റ് നിത്യോപയോഗ സാധനങ്ങൾക്കും വലിയ വില കൊടുത്ത് വാങ്ങുക എന്ന് പറയുമ്പോൾ ഇവിടെ സൂചിപ്പിച്ച പോലെ വലിയ നിലയിലുള്ള വിലവർദ്ധനവ് പല നിത്യോപയോഗ സാധനങ്ങൾക്കും അനുഭവപ്പെടുമ്പോൾ സാധാരണക്കാർക്കത് വാങ്ങി ഉപയോഗിക്കാൻ കഴിയാത്ത സാഹചര്യം വന്നു ചേരുന്നുണ്ട്.
അങ്ങനൊരു സാഹചര്യത്തെ മറികടക്കാൻ വേണ്ടിയിട്ടാണ് സംസ്ഥാന സർക്കാർ മിതമായ നിരക്കിൽ നിത്യോപയോഗ സാധനങ്ങൾ സാധാരണക്കാര ജനങ്ങൾക്ക് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തിനടിസ്ഥാനത്തിൽ ഓണച്ചന്തകൾ ആരംഭിക്കുന്നു. അക്കാദമിക രംഗവും വ്യവസായ മേഖലയും തമ്മിലുള്ള സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനായി ഇരിങ്ങാലക്കുട സെന്റ് ജോസഫ് കോളേജിൽ കോൺഫ്ലുവൻസ് 2026 സംഘടിപ്പിക്കുമെന്ന് കോളേജ് പ്രിൻസിപ്പൽ സിസ്റ്റർ ഡോക്ടർ ബ്ലസ്സി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ആഗസ്റ്റ് 21 നടക്കുന്ന പരിപാടിയിൽ വിവിധ ഇൻഡസ്ട്രികളിൽ നിന്നുള്ള പ്രതിനിധികൾ സെന്റ് ജോസഫ് കോളേജുമായി ധാരണാപത്രം ഒപ്പുവയ്ക്കും. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി എം ജോൺ പരിപാടി ഉദ്ഘാടനം ചെയ്യും. കോളേജും വ്യവസായ പ്രൊഫഷണൽ മേഖലകളും തമ്മിലുള്ള സഹകരണം കൂടുതൽ സുസ്ഥിരമാക്കുകയാണ് പരിപാടിയിലൂടെ ലക്ഷ്യമിടുന്നത്. ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് പാഠ്യപദ്ധതി നവീകരണം, വിദ്യാർത്ഥികളുടെ നൈപുണ്യ വികസനം, ജോലി ലഭ്യത ഉറപ്പാക്കും വിധം വ്യവസായ മേഖലയുമായുള്ള സഹകരണം എന്നിവ പരിപാടിയിലൂടെ ഉറപ്പുവരുത്തും. ചടങ്ങിൽ നാഷണൽ സർവീസ് സ്കീം യുവജനങ്ങൾക്കായി സമന്വയം എന്ന പേരിൽ നടത്തുന്ന പ്രോജക്ട് ലോഞ്ച് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി എം ജോൺ നിർവഹിക്കും. പ്രോഗ്രാം കോർഡിനേറ്റർ ഡോക്ടർ ഷെറിൻ ജോസ് ടി, ജോയിന്റ് കോർഡിനേറ്റർ ഡോക്ടർ ഡെല്ല തെരേസ് ഡേവിസ്, NSS പ്രോഗ്രാം ഓഫീസർ വീണ സാനി എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു. സെന്റ് ജോസഫ് കലാലയം ഒരു പുതിയ സംരംഭത്തിന് തുടക്കം കുറിക്കുകയാണ്. സെന്റ് ജോസഫ് കോളേജിൽ ഇൻഡസ്ട്രി അക്കാദമിക സഹകരണത്തിന് ഒരു പുതിയ വേദി ഒരുക്കുകയാണ്. കോൺഫ്ലുവൻസ 2K26 കോൺഫ്ലുവൻസ് 2K26 എന്ന് പറയുന്ന ഒരു പരിപാടി. അതെന്ന് പറയുന്നത് നമുക്ക് അറിയാം, ഇപ്പോൾ കേരളത്തിൽ മൊത്തം 4 വർഷത്തെ ബിരുദ പഠനമാണ്, FIUGP സിസ്റ്റമാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കുട്ടികൾക്ക് ഇൻറ്റേൺഷിപ്പും പ്രോജക്റ്റും ചെയ്യുന്ന പുതിയ പാഠ്യപദ്ധതി ഇതിൻ്റെ ഭാഗമായിട്ട് ആവിഷ്കരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരം ഈ ഇൻറ്റേൺഷിപ്പുകളും പ്രോജക്റ്റുകളും എല്ലാം കലാലയത്തിൻ്റെ അകത്തുനിന്ന് മാറി കുട്ടികൾക്ക് കൂടുതൽ സാധ്യതകൾ ഒരുക്കുന്ന, അവർക്ക് കൂടുതൽ കുറച്ചും കൂടിയും അറിയാവുന്ന, ഇന്ന് ലോകത്തിൻ്റെ ആവശ്യം, ഇൻഡസ്ട്രി നീഡ് എന്താണെന്ന് മനസ്സിലാക്കാവുന്ന തരത്തിലേക്ക് ഇൻറ്റേൺഷിപ്പും പ്രോജക്റ്റുകളും ചെയ്യാൻ കുട്ടികൾക്ക് സാധ്യതയൊരുക്കുന്ന ഒരു വേദിയാണ്. നമ്മുടെ കലാലയത്തിൽ നമുക്ക് 20 ഡിപ്പാർട്ട്മെൻ്റ് ഉള്ളത്. നമുക്ക് ആ 20 ഡിപ്പാർട്ട്മെൻറ്റുകളും നമ്മൾ ഇൻഡസ്ട്രിയുമായിട്ട് കൈകോർത്ത് കുട്ടികൾക്ക് ഇൻറ്റേൺഷിപ്പും പ്രോജക്റ്റും ചെയ്യാനുള്ള ഒരു MOU ധാരണാപത്രം നമ്മൾ ഒപ്പുവെക്കുന്ന ഒരു പരിപാടി കൂടിയാണ്. ഓൾറെഡി നമുക്ക് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടും NGOs ഒക്കെ ആയിട്ട് നമുക്കുടെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിനും 2-3 ആയിട്ട് MOUകളൊക്കെ ഉണ്ട്. കഴിഞ്ഞ വർഷം മുമ്പത്തെ വർഷമൊക്കെ ഫസ്റ്റ് ഇയർ കുട്ടികൾ ഇൻറ്റേൺഷിപ്പിനും പ്രോജക്റ്റുകളൊക്കെ ചെയ്യാൻ പോയിട്ടുണ്ട്. എങ്കിൽ ഇൻഡസ്ട്രിയുമായിട്ട് കൈകോർക്കുന്ന എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഒരുപോലെ ഇൻഡസ്ട്രിയുമായിട്ട്, കമ്പനിയുമായിട്ട് കൈകോർക്കുന്ന പരിപാടി ആദ്യമാണ്. എനിക്ക് തോന്നുന്നു ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ കേരളത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരുമിച്ച് ഒരു മസീവായിട്ട് എല്ലാ ഇൻഡസ്ട്രിമാരെയും എല്ലാ പാർട്ട്നേഴ്സും നമ്മുടെ കലാലയത്തിലേക്ക് വന്ന് നമ്മൾ ധാരണാപത്രത്തിൽ നമ്മൾ ഒപ്പിടുന്ന ഒരു പരിപാടി. പോർത്തശ്ശേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച മഹാത്മാ വിദ്യാഭ്യാസ പുരസ്കാര വിതരണവും അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ MLAക്ക് സ്വീകരണവും പ്രിയദർശിനി കമ്മ്യൂണിറ്റി ഹാളിൽ മുനിസിപ്പൽ ചെയർമാൻ MP ജാക്സൺ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് PK ഭാസി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ ചിന്ത ധർമ്മരാജൻ, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറിമാരായ ആന്റോ പെരുമ്പള്ളി, സതീഷ് വിമലൻ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സോമൻ ചിറ്റേത്ത്, മുനിസിപ്പൽ കൗൺസിലർ ബൈജു കുറ്റിക്കാടൻ എന്നിവർ പ്രസംഗിച്ചു. മണ്ഡലം സെക്രട്ടറി VP ജെയിംസ് സ്വാഗതവും വൈസ് പ്രസിഡന്റ് ഗണേഷ് K നന്ദിയും പറഞ്ഞു. തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ ബയോളജിയോ കോമേഴ്സോ കമ്പ്യൂട്ടർ സയൻസോ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങളൊരു തീരുമാനത്തിലാണ് ആ തിരഞ്ഞെടുപ്പ് നടത്തുന്നത്. നിങ്ങൾ ഭാവിയിൽ എന്തായി തീരണമെന്ന് അവിടെ നിങ്ങൾ തീരുമാനിക്കുകയാണ്. ഞാനൊരു ഡോക്ടറാവണോ, ഞാനൊരു എഞ്ചിനീയർ ആവണോ, ഞാനതുമല്ലെങ്കിൽ IAS ഉദ്യോഗസ്ഥനാകണോ, അതുമല്ലെങ്കിൽ ഞാനൊരു വക്കീലാവണോ എന്ന് അവിടെ തീരുമാനിച്ചു. നമ്മൾ +2 വിഷയങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ അവിടെ നിങ്ങളൊരു തീരുമാനത്തിലെത്തി. എൻ്റെ വഴി അതാണ് എന്ന് നമ്മൾ തീരുമാനിച്ചിട്ടാണ് ആ വിഷയങ്ങൾ തിരഞ്ഞെടുക്കാനായിട്ട് ഞങ്ങൾ തയ്യാറാവുന്നത്. ഞങ്ങളുടെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ഞങ്ങൾക്കുണ്ടായിരുന്ന അവസരങ്ങളും ഇന്നത്തെ അവസരങ്ങളും തമ്മിലൊന്ന് താരതമ്യം ചെയ്യുമ്പോൾ എത്രയോ വ്യത്യസ്തമാണ് ഇന്നത്തെ അനുഭവമെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചാൽ
നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ 1967 SSLC പരീക്ഷ പാസ്സാവുന്നത്. അപ്പോൾ നിങ്ങളൊക്കെ 100% വിജയം കരസ്ഥമാക്കിയ 3 സ്കൂളുകൾ കൂടി ഇരിക്കുകയാണ്. ഞാൻ SSLC പരീക്ഷ പാസ്സാവുന്ന ആ വർഷം സംസ്ഥാനത്ത് വിജയ ശതമാനം 28.4%. ആകെ പരീക്ഷ എഴുതിയ കുട്ടികളിൽ 28.4% കുട്ടികൾ മാത്രം പാസ്സായ ഒരു കാലഘട്ടത്തിലാണ് ഞാൻ എൻ്റെ SSLC പരീക്ഷ വിജയകരമായിട്ട് പൂർത്തിയാക്കാനായിട്ട് സാധിച്ചത്. ആ പരീക്ഷ കഴിയുമ്പോൾ നിങ്ങളിപ്പോൾ വിഷയങ്ങൾ തിരഞ്ഞെടുത്തതുപോലെ ഞങ്ങളുടെ മുൻപിൽ നിങ്ങളുടെ പോലെയുള്ള തിരഞ്ഞെടുപ്പിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല കാര്യമായിട്ട്. കാരണം ഞങ്ങളുടെ മുൻപിലുണ്ടായിരുന്ന ഇരിങ്ങാലക്കുട 0480 കലാ സാംസ്കാരിക സംഘടനയുടെ വാർഷിക സമ്മേളനം മുനിസിപ്പൽ ടൗൺ ഹാളിൽ അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ MLA ഉദ്ഘാടനം ചെയ്തു. യു പ്രദീപ് മേനോൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുനിസിപ്പൽ ചെയർമാൻ MP ജാക്സൺ, മുൻ മന്ത്രി ഡോക്ടർ R ബിന്ദു, ചലച്ചിത്ര സംവിധായകൻ പ്രിയനന്ദനൻ, റഷീദ് കാറളം, സജീവ് കുമാർ കല്ലട, സോണിയാഗിരി എന്നിവർ പ്രസംഗിച്ചു. സമ്മേളനാനന്തരം സജീവ് നമ്പ്യത്ത് അവതരിപ്പിച്ച ഏകാഭിനയ നാടകം പാടുക പാട്ടുകാര അരങ്ങേറി. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല സെൻറ് ജോർജ് കോളേജിൽ ഒരു പ്രോഗ്രാമിന് വേണ്ടി വന്നപ്പോൾ ബഹുമാനിയായിട്ടുള്ള സോണിയാഗിരിയുടെ നേതൃത്വത്തിൽ അവിടെ വെച്ച് രമേശ് ചെന്നിത്തലയെ കൊണ്ട് ഒരു പ്രത്യേക തരത്തിലുള്ള പോസ്റ്റർ അത് അന്ന് ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. അതിൽ മുഖ്യമായും പറഞ്ഞിട്ടുള്ളത് ഉഫാനെതിരെയുള്ള പോരാട്ടത്തിൽ 0480 നടത്താൻ പോകുന്ന വ്യത്യസ്തങ്ങളാകുന്ന പ്രവർത്തനങ്ങളുടെ ഒരു പോസ്റ്ററാണ്. അത് അന്ന് അദ്ദേഹം പ്രകാശനം ചെയ്യുന്നുണ്ടായി. കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് 0480 ഒട്ടനവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് പൂക്കൾ ഇട്ടുകൊണ്ട് മനുഷ്യൻ്റെ മനസ്സിനെ കൂടുതൽ കൃത്യമാക്കുന്ന, അതോടൊപ്പം തന്നെ നമ്മളെ ഓണത്തിനെക്കുറിച്ച് നന്നായി നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന, അതിൻ്റെ എല്ലാ സവിശേഷതകളും നമ്മളിലേക്ക് കൊണ്ടുതന്ന ഏറ്റവും വലിയ ഒരു പ്രോഗ്രാമായിരുന്നു പൂക്കളം ഇടൽ. 4,00,000-ത്തിലധികം വീടുകളിൽ പൂക്കളം ഇടിയിക്കാൻ 0480 കഴിഞ്ഞു എന്നുള്ളത് വളരെ സന്തോഷകരമാണ്. അതുപോലെ തന്നെ നമുക്കറിയാം, നമ്മുടെ നാടിൻ്റെ ഏറ്റവും വലിയ പാരമ്പര്യമെന്ന് പറയുന്നത് സാംസ്കാരിക പ്രവർത്തനവും കലാപ്രവർത്തനവും ഒക്കെ തന്നെയാണ്. കൂത്തിൻ്റെയും കൂടിയാട്ടത്തിൻ്റെയും അനുഷ്ഠാന കലകളുടെയും ഒക്കെ തന്നെയും ഒരു വലിയ കലവറയാണ് നമ്മുടെ ഇരിങ്ങാലക്കുട. അതുകൊണ്ട് തന്നെ കഥകളിയെയും കൂത്തിനെയും. അടുത്ത ആനന്ദപുരം ശ്രീകൃഷ്ണ GLPS ഇരിങ്ങാലക്കുടയിലെ അസീന ടീച്ചർ സർട്ടിഫിക്കറ്റ് സ്വീകരിക്കുന്നു. അടുത്ത NK കണ്ണൻ ചീഫ് കോർഡിനേറ്റർ. മയക്കുമരുന്ന് പോലുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയില്ലെന്നും അവയുടെ ഉൽപാദനം, വിതരണം, ഉപയോഗം എന്നിവ നിരുത്സാഹപ്പെടുത്തുമെന്നും വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും സമൂഹത്തിനും വിപത്തായ മയക്കുമരുന്ന് ഉപയോഗത്തെ തുടച്ചു നീക്കുവാൻ കഠിനമായി പ്രയത്നിക്കുമെന്ന്. ഉദ്ഘാടന യോഗം ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവരും ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ 0480 വൈസ് പ്രസിഡന്റ് കൂടിയായ സജീവ് കല്ലടയെ ക്ഷണിച്ചുകൊള്ളും. എടക്കുളം ശ്രീനാരായണ ഗുരു സ്മാരക സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ശ്രീനാരായണ ഗുരു ജയന്തി ആഘോഷ പരിപാടികൾക്ക് ആഗസ്റ്റ് 22-ന് തുടക്കമാവുമെന്ന് സംഘം പ്രസിഡന്റ് KV ജിനരാജദാസൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ശനിയാഴ്ച വൈകിട്ട് 4-ന് ചെമ്പഴന്തി ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിക്കുന്ന സാംസ്കാരിക സമ്മേളനം അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ MLA ഉദ്ഘാടനം ചെയ്യും. ഗുരുവിന്റെ വഴി പ്രായോഗിക ജീവിതത്തിൽ എന്ന വിഷയത്തിൽ എഴുത്തുകാരനും പ്രഭാഷകനുമായ ഷൗക്കത്ത് മുഖ്യപ്രഭാഷണം നടത്തും. പൂമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KS തമ്പി വിദ്യാഭ്യാസ രംഗത്ത് ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ ആദരിക്കും. സമ്മേളനാനന്തരം വിവിധ കലാപരിപാടികൾ അരങ്ങേറും. ആഗസ്റ്റ് 27-ന് വ്യാഴാഴ്ച വാർഷിക സമ്മേളനം നടക്കും. ആഗസ്റ്റ് 28-ന് വെള്ളിയാഴ്ച പ്രാദേശിക ഘോഷയാത്രകൾ നടക്കും. സംഘം രക്ഷാധികാരി
CP ശൈലനാഥൻ, ജനറൽ കൺവീനർ വേണു ഓടയിൽ, KK രാജൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു. ഈ വർഷം SNGSS ശ്രീനാരായണ ജയന്തി ആഘോഷം വിപുലമായ പരിപാടികളോടുകൂടിയാണ് നടത്തുന്നതെന്നുള്ള വിവരം സന്തോഷപൂർവ്വം അറിയിക്കുകയാണ്. 1938 സ്ഥാപിതമായ SNGSS ശ്രീനാരായണ ഗുരു സ്മാരക സംഘം ഒരു സ്വതന്ത്ര സംഘടനയായി എടക്കുളത്ത് പ്രവർത്തിച്ചു വരികയാണ്. ശ്രീനാരായണ ഗുരുദേവൻ്റെ ആദർശങ്ങളിൽ അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. വിദ്യാഭ്യാസത്തിനും സാമൂഹ്യ സാംസ്കാരിക രംഗത്തും പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് സംഘം പ്രവർത്തിച്ചു വരുന്നത്. ഒരു നവതിയിലേക്ക് അടുത്തു വരുന്ന സംഘത്തിൻ്റെ 88ാമത് വാർഷിക സമ്മേളനം, അതോടൊപ്പം തന്നെ 172ാമത് ശ്രീനാരായണ ജയന്തി ആഘോഷവും 22ാം തീയതിയിലത്തെ സാംസ്കാരിക സമ്മേളനത്തോടുകൂടി ആരംഭിക്കുകയാണ്. ചെമ്പഴന്തി ഓഡിറ്റോറിയത്തിൽ 22ാം തീയതി 4 മണിക്ക് ചേരുന്ന സാംസ്കാരിക സമ്മേളനം ബഹുമാനപ്പെട്ട ഇരിഞ്ഞാലക്കുട നിയോജകമണ്ഡലം MLA അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ ഉദ്ഘാടനം ചെയ്യുന്നതാണ്. മുഖ്യപ്രഭാഷണം നടത്തുന്നത് ഗുരു നിത്യചൈതന്യയതിയുടെ ശിഷ്യനും എഴുത്തുകാരനും പ്രഭാഷകനുമായ ശ്രീ ഷൗക്കത്താണ്. ഗുരുവിൻ്റെ വഴി പ്രായോഗിക ജീവിതത്തിൽ എന്നുള്ള വിഷയത്തെ അധികരിച്ചുകൊണ്ടുള്ള പ്രഭാഷണമാണ് ഈ വർഷത്തെ ജയന്തി ആഘോഷത്തിൻ്റെ മുഖ്യ വിഷയം. ആഘോഷങ്ങളിൽ ആശയങ്ങൾ ശ്രദ്ധിക്കാതെ പോകുന്ന കാലഘട്ടത്തിൽ വളരെ മുൻകൂട്ടി തന്നെ ശ്രദ്ധേയമായ വിധത്തിൽ ജനങ്ങളിൽ കഴിയാവുന്ന വിധത്തിൽ ഗുരുദേവ ദർശനങ്ങൾ ഇന്നത്തെ കാലഘട്ടത്തിൽ അതിൻ്റെ പ്രസക്തി എത്തിക്കുക എന്നുള്ളതുകൊണ്ട് കണക്കിലെടുത്തുകൊണ്ടാണ് വളരെ ഇതുവരെയുള്ള ചരിത്രത്തിൽ നിന്ന് വിഭിന്നമായ രീതി. അഖില കേരള ശാസ്താംപാട്ട് കലാകാര സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ഓണാഘോഷ പരിപാടികൾ ഓണപ്പൊലിമ 2026 ആഗസ്റ്റ് 22-ന് ശനിയാഴ്ച ഇരിങ്ങാലക്കുട ഭാരതീയ കലാക്ഷേത്ര ഹാളിൽ വെച്ച് നടക്കുമെന്ന് ജനറൽ സെക്രട്ടറി സന്ദീപ് നെടുമ്പാൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഓണാഘോഷ പരിപാടികൾ ചലച്ചിത്ര നടൻ ദേവൻ ഉദ്ഘാടനം ചെയ്യും. ജോയിന്റ് സെക്രട്ടറി സുബ്രഹ്മണ്യൻ SN പുരം, ട്രഷറർ ദിനേശൻ കൈനൂർ, കൃഷ്ണൻ കോടന്നൂർ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചിരുന്നു. അന്തിക്കാട് കേന്ദ്രമായി 2012 ആരംഭിച്ച അഖില കേരള ശാസ്താംപാട്ട് കലാകാര സംഘം ഇന്ന് 1200 മെമ്പർമാരായി 8 മേഖലകളായി പ്രവർത്തിക്കുന്നു. 2026 മെയ് 31 ചേർന്ന സംസ്ഥാന സമ്മേളനത്തിന് ശേഷം തെരഞ്ഞെടുത്ത പുതിയ സംസ്ഥാന സമിതിയുടെ നേതൃത്വത്തിൽ പുതിയൊരു പ്രവർത്തനത്തിന് അഖില കേരള ശാസ്താംപാട്ട് കലാകാര സംഘം തുടക്കം കുറിക്കുകയാണ്. കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം മേഖലാ തലങ്ങളിലാണ് ഓണാഘോഷം സംഘടിപ്പിച്ചെങ്കിൽ ഈ വർഷം സംസ്ഥാന തലത്തിൽ വലിയ വിപുലമായ പരിപാടികളോടെ ഇരിങ്ങാലക്കുട സംഗമേശ്വര ഗ്രാമത്തിൽ ഭാരതീയ കലാക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ വെച്ച് ഓഗസ്റ്റ് 22-ാം തീയതി വിപുലമായ ഓണപ്പൊലിമ 2026 എന്ന പരിപാടി ആഘോഷിക്കുകയാണ്. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് പ്രശസ്ത സിനിമാ താരം ദേവൻ അവറുകളാണ്. മുതിർന്ന ശാസ്താംപാട്ട് കലാകാരന്മാരെ ഓണപ്പുടവയും ദക്ഷിണയും നൽകി ആദരിക്കുന്നത് പത്മശ്രീ പെരുവനം കുട്ടന്മാരാർ. വിശിഷ്ടാതിഥിയായി ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ ഡെപ്യൂട്ടി കമ്മീഷണറായിട്ടുള്ള സുനിൽ കർത്ത അവറുകളാണ്. നിരവധി വർഷങ്ങളായി ശാസ്താംപാട്ട് കലയെ ജീവന തുല്യം സ്നേഹിക്കുന്ന വിവിധ മേഖലയിലുള്ള മഹത് വ്യക്തികൾക്ക് ദക്ഷിണ നൽകിക്കൊണ്ട് അവരുടെ അനുഗ്രഹാശംസകൾ നേടാൻ വേണ്ടി നടത്തുന്ന ഈ പരിപാടി. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.